Hello friends, welcome to Shali's Kitchen. എല്ലാവരും സുഖമായിരിക്കണം എന്ന് വിചാരിക്കണം. ഇന്ന് ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ ചുക്ക റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനാദ്യം വേണ്ടത് 1 കിലോ ചിക്കനാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുകയാണെങ്കിൽ ഷാലീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം, എന്നാലേ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് എന്തൊക്കെ മസാല എണ്ണ ഇട്ട് കൊടുക്കണമെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾ, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. അതാണ് ഇപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ പെപ്പറൊക്കെ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കാം. മസാലാസ് എല്ലാം ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് 1/2 മണിക്കൂർ അടച്ച് വെക്കാം. മസാലയൊക്കെ ഇത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ 3 ഉള്ളി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ചുക്കൽ ആകെ കൂടി ഈ ഒരു പ്രോസസ്സ് മാത്രമുള്ള ഇത്തിരി ബുദ്ധിമുട്ട്, ബാക്കിയെല്ലാം വളരെ ഈസിയാണ്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. സോ ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിൽ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായി ഫ്രൈ ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഇട്ടിട്ട് ഡീപ് ഫ്രൈ ചെയ്യാം, അപ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. ബട്ട് ഞാൻ കുറച്ച് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ജസ്റ്റ് ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്ത്. ഇത് ഓൾമോസ്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടാം കേട്ടോ. ഇതൊരു ടിപ്പാണ്. പഞ്ചസാര ഇടുമ്പോൾ ഇതെന്താ ആവുന്നതെന്ന് വെച്ചാൽ ശരിക്കും നല്ല ബ്രൗൺ ആയിട്ട് കാരമലൈസ് ആവും. ഇത് കാരമലൈസ് ആവാൻ ഹെൽപ്പ്. ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രൈ ആവും. ഓക്കെ, ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം കേട്ടോ. ഇഞ്ചി ചതച്ചത്, ഞാനൊരു 5-6 വെളുത്തുള്ളി ചതച്ചതുണ്ട്, ഒരു 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് എടുത്ത് ചതച്ചതുണ്ട് കേട്ടോ. ഇത് ഇടാം കേട്ടോ. അതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് സോട്ടേ ഇതൊന്ന് നന്നായി സോട്ടേ ചെയ്തെടുക്കുക. ഇത് സോട്ടേ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ഇട്ടു. 3 ചെറിയ തക്കാളി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഇട്ട് കൊടുക്കുക. പകുതി സോട്ടേ ആയിട്ടുണ്ട്, ഫുള്ള് സോട്ടേ ഉണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് നമ്മളുടെ ചിക്കൻ എല്ലാം ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത് അടച്ചു വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. കാരണം ചിക്കനിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് വെള്ളം ഇങ്ങനെ അതിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോളും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് പകുതി വെന്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി നമുക്കിതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഓണിയൻസൊക്കെ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് ഇതെല്ലാം ശരിക്ക് യോജിച്ച് കുറുകി വരും. എല്ലാം ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായി വറ്റി വരണം കേട്ടോ. വറ്റി വന്നിട്ട് നമുക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടി ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ ഉള്ളി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് വറ്റി വരും കേട്ടോ. ഇപ്പോൾ നോക്കൂ,
വെള്ളമൊക്കെ വറ്റിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഫ്രൈ വന്നാൽ മതി. എല്ലാം ഓൾമോസ്റ്റ് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് കേട്ടോ ആഡ്. 1 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൗഡറും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഇടണം. അപ്പോൾ അതിലേക്ക് നമ്മൾ പെപ്പർ പൗഡറും പെരിഞ്ചീരകത്തിൻ്റെ പൗഡറും കൂടി ഇട്ടിട്ട്, പെപ്പർ പൗഡറും പെരിഞ്ചീരകത്തിൻ്റെ പൗഡറും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇത്തിരി ലൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് അറിയില്ല കളറ് കാണാൻ പറ്റുമെന്ന്. ഇതിലേക്ക് നമ്മൾ കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, കറി ലീവ്സും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇത് ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു കളറ് വരും കേട്ടോ. ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പത്തിൻ്റെ കൂടി കഴിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളപ്പത്തിൻ്റെ ഇതുപോലെ സോഫ്റ്റായ പാലപ്പത്തിൻ്റെ റെസിപ്പി ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ല റെസിപ്പിയാണ്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോമായി ഞാൻ വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൻ. ബൈ.